Next, we can see the chemicals, enzymes, and other bioactive molecules which are produced with the help of microorganisms. Microorganisms സഹായത്തോടെ ഉണ്ടാക്കുന്ന കെമിക്കൽസ്, എൻസൈംസ്, പിന്നെയുള്ള ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്തൊക്കെയാണെന്ന് കാണാം. ഓർഗാനിക് ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ആസ്പെർജില്ലസ് നൈഗർ ഒരു ഫംഗസ് ആണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സിട്രിക് ആസിഡ്. അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏത് മൈക്രോ ഓർഗാനിസം ആണ്, ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണ് എന്നൊക്കെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ഈസ് അസെറ്റോബാക്ടർ എസെറ്റി. അത് ബാക്ടീരിയം ആണ്. ഇറ്റ് പ്രൊഡ്യൂസസ് എസെറ്റിക് ആസിഡ്. Then Clostridium butylicum, it is also a bacterium, produces butyric acid. Lactobacillus produces lactic acid. Then alcohol. Yeast is used to produce ethanol. Yeast ഉപയോഗിച്ചിട്ട്, അതായത് Saccharomyces cerevisiae, നമ്മൾ നേരത്തെ കണ്ടു ബ്രൂവേഴ്സ് ഈസ്റ്റ്, അത് ഉപയോഗിച്ച് നമുക്ക് എത്തനോൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. എൻസൈം. ഇനി ഏതൊക്കെ എൻസൈംസ് ആണ് മൈക്രോ ഓർഗാനിസം സഹായത്തോടെ ഉണ്ടാവുന്നത്? ലിപ്പേസസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ലിപ്പേസസിന്റെ മെയിൻ ഫംഗ്ഷൻ എവിടെയാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഡിറ്റർജന്റ് ഫോർമുലേഷൻ. നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത് ലിപ്പേസസിന്റെ ആക്ഷനാണ്. ലിപ്പേസസ് ആണ് അവിടെ ആക്ട് ചെയ്യുന്നത്. ഹെൽപ്പ് ടു റിമൂവ് ഓയിലി സ്റ്റെയിൻസ് ഫ്രം ലോണ്ട്രി. നമ്മുടെ ഡ്രസ്സുകളിലെ ഓയിലൊക്കെ കളയാൻ സഹായിക്കും ഈ സോപ്പുകളിലെ ഡിറ്റർജൻസ്. അപ്പോൾ അവിടെ ലിപ്പേസസ് ആണ് ആക്ച്വലി റിമൂവ് ചെയ്യുന്നത്. ലിപ്പിഡ് ഡൈജസ്റ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ ഫാറ്റ്സ്, ഓയിൽ എന്ന് പറഞ്ഞാൽ ഫാറ്റ്സ് തന്നെയല്ലേ. അപ്പോൾ അത് ഡൈജസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈംസ് ആണ് ലിപ്പേസസ്. അപ്പോൾ ലോണ്ട്രിയിൽ അല്ലെങ്കിൽ ഡിറ്റർജന്റ് ഫോർമുലേഷനൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഈ എൻസൈം. ദെൻ പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ് ടു ക്ലാരിഫൈഡ് ബോട്ടിൽഡ് ജ്യൂസസ്. നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ ജ്യൂസ് അടിച്ചാൽ, പൈനാപ്പിൾ ജ്യൂസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ആവില്ല. കുറേ സാധനങ്ങൾ പൊന്തി കിടക്കുന്ന പോലെ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാം. പക്ഷേ നമ്മളൊരു ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ പുറത്തേക്കൊക്കെ വിൽക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ അത് അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗികേടുണ്ട് അല്ലേ. സോ അത് ക്ലാരിഫൈ ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എൻസൈംസ് ആണ് പെക്റ്റിനേസും പ്രോട്ടിയേസസും. ബോത്ത് ആർ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈം. പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്ത് ആ ബോട്ടിലുള്ള ഇതിനൊരു ക്ലാരിഫൈ ചെയ്ത് ഒരു ക്ലാരിറ്റി തരും ജ്യൂസിന്. ബോട്ടിലിൻ്റെ ജ്യൂസൊക്കെ മിക്കവാറും കുറച്ച് ക്ലിയർ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള എൻസൈംസ്, ദാറ്റ് ഈസ് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. ദെൻ സ്ട്രെപ്റ്റോകൈനേസ് produced by streptococcus. Streptokinase എന്ന് പറഞ്ഞ എൻസൈം, ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ ആണ്. എന്താണ് അതിന്റെ ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലോട്ട് ബസ്റ്റർ. അപ്പോൾ ഒറ്റ വാക്ക് ചോദിക്കൂട്ടോ, വോട്ട് ഈസ് നെയിം ദ ക്ലോട്ട് ബസ്റ്റർ. എന്താണ് ക്ലോട്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ? ഹെൽപ്സ് ടു റിമൂവ് ക്ലോട്ട്സ് ഫ്രം ബ്ലഡ് വെസൽസ് ഓഫ് പേഷ്യൻസ് ഹു ഹാവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. അതായത് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന ആളുകളുടെ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് ക്ലോട്ട്സ് ഫോം ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അറ്റാക്ക് വരുന്നത്. ഈ ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് സ്ട്രെപ്റ്റോകൈനേസ്. അതുകൊണ്ട് അതിനെ ക്ലോട്ട് ബസ്റ്റർ എന്ന് പറയുന്നു. സ്ട്രെപ്റ്റോകൈനേസ് എന്ന എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്ട്രെപ്റ്റോകോക്കസ് എന്ന ബാക്ടീരിയ ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് സൈക്ലോസ്പോറിൻ എ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇല്ലേ. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് ആണ് അതൊക്കെ. ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ട്രൈക്കോഡെർമ പോളിസ്പോറം. അപ്പോൾ അതിൻ്റെ ആരാണ് ഉണ്ടാക്കുന്നത്, ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ്, അതിൻ്റെ സയൻറ്റിഫിക് നെയിം ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ, ദിസ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. ഫംഗസ് ആണ് ഉണ്ടാക്കുന്നത് സൈക്ലോസ്പോറിൻ എ. ഫംഗസിൻ്റെ പേരെന്താ? ട്രൈക്കോഡെർമ പോളിസ്പോറം. ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇമ്മ്യൂണോസപ്രസീവ് ഏജന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ്. ഒരു ഓർഗൻ ഒരാളിൽ നിന്ന് വേറൊരാൾക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യപ്പെട്ടാൽ, ഏത് ശരീരത്തിൽ നിന്നായാലും നമ്മളെ സംബന്ധിച്ച് കിട്ടുന്ന ശരീരത്തിന് അത് ഫോറിൻ ബോഡിയാണ് അല്ലേ. അപ്പോൾ ബോഡിയുടെ പ്രതിരോധ ശക്തി സാധാരണ പുറമേ നിന്ന് വരുന്ന എല്ലാത്തിനെയും റിജക്ട് ചെയ്യും, തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കാരണമാണ്. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റിനെ തൽക്കാലത്തേക്കും സപ്രസ് ചെയ്താൽ മാത്രമേ ആ ആളുടെ ശരീരത്തിൽ വേറെ ആളുടെ ഓർഗൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പം അതിനുവേണ്ടി ഒരു ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സൈക്ലോസ്പോറിൻ എ. ദ നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻസ് ആർ പ്രൊഡ്യൂസ്ഡ് ബൈ മൊണാസ്കസ് പെർപൂരിയസ്. ഈസ്റ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ്. ബ്ലഡിലെ കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള ഒരു ഏജന്റ് ആയിട്ടാണ് സ്റ്റാറ്റിനെ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ എൻസൈംസ് റെസ്പോൺസിബിൾ ഫോർ സിന്തസിസ് ഓഫ് കൊളസ്ട്രോൾ. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള എൻസൈംസിനെ അത് ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക സ്റ്റാറ്റിൻസ്. ഇതൊക്കെയാണ് ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്. അപ്പോൾ കെമിക്കൽസ് കണ്ടു, എൻസൈംസ് കണ്ടു, ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് കണ്ടു. These all things are produced with the help of microorganisms or microbes. So next we can see the role of microorganisms in sewage treatment. Sewage drainage വരുന്ന വെള്ളമൊക്കെ ഇല്ലേ, അത് ട്രീറ്റ് ചെയ്യാൻ എങ്ങനെ മൈക്രോ ഓർഗാനിസംസിനെ യൂസ് ചെയ്യാം.
Sewage or municipal wastewater contains large amount of organic matter and microbes. അല്ലേ, വളരെയധികം ഓർഗാനിക് മാറ്റർ, ഫീക്കൽ മാറ്റർ ഒക്കെ ഉണ്ടാവും, പിന്നെ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ വളരെയധികം ഉണ്ടാവും. ആ വെള്ളം നേരെ പുഴയിലേക്കോ മറ്റ് കുളങ്ങളിലേക്കോ ഒരു വാട്ടർ ബോഡീസിലേക്കോ ഒഴുക്കി കഴിഞ്ഞാൽ അത് മുഴുവൻ മലിനമാവും. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് മുന്നേ അത് സ്വീവേജ് ട്രീറ്റ് ചെയ്യണം. സ്വീവേജ് ഈസ് ട്രീറ്റഡ് ഇൻ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ടു മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്. അപ്പോൾ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളുണ്ട്. പ്ലാന്റുകളിൽ 2 സ്റ്റേജസ് ആയിട്ടാണ് സ്വീവേജ് ട്രീറ്റ്മെന്റ് നടക്കുക. പ്രൈമറി ട്രീറ്റ്മെന്റും സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അപ്പോൾ 2 തരം ട്രീറ്റ്മെന്റ്സ്, പ്രൈമറിയും സെക്കൻഡറിയും. സെക്കൻഡറിയുടെ വേറൊരു പേരാണ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. സോ വാട്ട് ഈസ് പ്രൈമറി ട്രീറ്റ്മെന്റ്? ഇറ്റ് ഈസ് എ ഫിസിക്കൽ റിമൂവൽ ഓഫ് പാർട്ടിക്കിൾസ്. ആദ്യം ചെയ്യുന്ന പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ്. ആദ്യം തന്നെ ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന, റിമൂവ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ പാർട്ടിക്കിൾസിനെ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് ഡെബ്രിസ് ബൈ സീക്വൻഷ്യൽ ഫിൽട്രേഷൻ. പല സ്റ്റേജിൽ ഫിൽട്ടർ ചെയ്ത് നമ്മൾ അരിപ്പോണ്ട് ഫിൽട്ടർ ചെയ്യുന്ന പോലെ തന്നെ മുകളിൽ അടിഞ്ഞെടുക്കുന്ന, പൊന്തിക്കെടുക്കുന്ന പല സാധനങ്ങളും, പേപ്പർ ഉണ്ടാവാം, ഇലയുണ്ടാവാം, പല സാധനങ്ങൾ അതൊക്കെ റിമൂവ് ചെയ്യും. ദെൻ റിമൂവൽ ഓഫ് ഗ്രിറ്റ്, സോയിൽ ആൻഡ് സ്മോൾ പെബിൾസ്. അതിൻ്റെ ഇടയിൽ മണ്ണൊക്കെ ഉണ്ടാവും അല്ലെ, ചെറിയ ചെറിയ പെബിൾസ്, കല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും. അത് സെഡിമെന്റേഷൻ വഴി റിമൂവ് ചെയ്യും. അപ്പോൾ 2 മെത്തേഡ്സ് ആണ് അവിടെ നടക്കുക. ഒന്ന് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ വഴി മുകളിൽ പൊന്തിക്കെടുക്കുന്നതിനെ റിമൂവ് ചെയ്യും. അടിയിലടിഞ്ഞ മണ്ണ്, ചെറിയ ചെറിയ കല്ലുകളൊക്കെ സെഡിമെന്റേഷൻ വഴി റിമൂവ് ചെയ്യും. ദ സെറ്റിൽഡ് സോളിഡ്സ്, ലാസ്റ്റ് ലൈൻ നോക്കൂ. ദ സെറ്റിൽഡ് സോളിഡ്സ് ഫോം പ്രൈമറി സ്ലഡ്ജ്. ഈ റിമൂവലൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന അടിയിൽ അടിയുന്ന സാധനങ്ങളെ നമ്മൾ പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നു. മുകളിൽ വന്ന ക്ലിയർ ആയിട്ടുള്ള സൂപ്പർ നേറ്റന്റ് ലിക്വിഡിനെ പ്രൈമറി ഇഫ്ലൂവന്റ് എന്ന് പറയുന്നു. താഴെ അടിഞ്ഞു വരുന്ന, നമ്മൾ റിമൂവ് ചെയ്ത് വരുന്ന സാധനങ്ങൾ പ്രൈമറി സ്ലഡ്ജ് ആണ്. ബാക്കി വരുന്ന വെള്ളത്തിന് പ്രൈമറി ഇഫ്ലൂവന്റ് എന്ന് പറയുന്നു. സോ ദിസ് ഇസ് ദ പ്രൈമറി ട്രീറ്റ്മെന്റ്. ദ നെക്സ്റ്റ് ഈസ് സെക്കൻഡറി ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. അതെന്ത് ചെയ്യും? പ്രൈമറി സ്ലഡ്ജിനെ നമ്മൾ റിമൂവ് ചെയ്തു. പ്രൈമറി ഇഫ്ലൂവന്റ്, സൂപ്പർ നേറ്റന്റ് ലിക്വിഡ്, മുകളിൽ വന്ന ലിക്വിഡിനെ എന്ത് ചെയ്യും? അതിന് സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് കൊടുക്കുന്നു. പ്രൈമറി ഇഫ്ലൂവന്റ് ഈസ് പാസ്ഡ് ഇൻ ടു ലാർജ് എയറേഷൻ ടാങ്ക്സ് ആൻഡ് കോൺസ്റ്റന്റ്ലി എജിറ്റേറ്റഡ്. ആ പ്രൈമറി ഇഫ്ലൂവന്റ് വലിയ എയർ ഹോൾസ് ഒക്കെ ഉള്ള ടാങ്കുകളിലേക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ്ലി അതിനെ എപ്പോഴും ഇളക്കിക്കൊണ്ടേയിരിക്കും. ദിസ് അലൗസ് വിഗറസ് ഗ്രോത്ത് ഓഫ് യൂസ്ഫുൾ എയറോബിക് മൈക്രോബ്സ് ഇൻ ടു ഫ്ലോക്സ്. അപ്പൊ അങ്ങനെ ആ എയറേഷൻ ടാങ്ക്സിൽ എന്ത് ചെയ്യും? എയറോബിക് മൈക്രോബ്സ്, എയറോബിക് റെസ്പിറേഷൻ വഴി, ഓക്സിജൻ ഉപയോഗിച്ചുള്ള റെസ്പിറേഷൻ എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ എയറോബിക് മെത്തേഡ് വഴി മൈക്രോ ഓർഗാനിസംസ് വളരെയധികം വളരുന്നു. ഒരു ഫ്ലോക്സ് ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യും. ദ ബാക്ടീരിയൽ അസോസിയേറ്റഡ് വിത്ത് ഫംഗൽ ഫിലമെന്റ്സ് ടു ഫോം മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും ഫംഗസും കൂടി ഒരു നെറ്റ് പോലെ ഫോം ചെയ്യുന്നതിനാണ് ഫ്ലോക്സ് എന്ന് പറയുക. അപ്പോൾ എജിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എയറേഷൻ ടാങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഫ്ലോക്സ് ഡെവലപ്പ് ചെയ്യും. മൈക്രോ ഓർഗാനിസവും ബാക്ടീരിയയും ഫംഗസും കൂടി ചേർന്നിട്ടാണ് ഈ ഫ്ലോക്സ് ഉണ്ടാക്കുക. അതൊരു മെഷ് പോലെ, ചെറിയ ചെറിയ വലകൾ പോലെ ഫോം ചെയ്യും. ദീസ് മൈക്രോബ്സ് കൺസ്യൂം ദ ഓർഗാനിക് മാറ്റർ ഇൻ ദ ഇഫ്ലൂവന്റ്. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസംസ് അവർക്ക് ഭക്ഷണം വേണമല്ലേ, അവർ ഉപയോഗിക്കുന്നത്, അവർ ജീവിക്കാൻ യൂസ് ചെയ്യുന്നത് ഈ പ്രൈമറി ഇഫ്ലൂവന്റിലുള്ള ഓർഗാനിക് മാറ്റർ ആണ്. ഞാൻ പറഞ്ഞു ഫീക്കൽ മാറ്റർ ഒക്കെ ഉണ്ടാവാം, അത് ഉപയോഗിച്ചിട്ടാണ് ഇവർ ജീവിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അളവ് കുറയും. ദിസ് റെഡ്യൂസസ് BOD. അപ്പോൾ ഈ ഫ്ലൂവന്റിലുള്ള BOD കുറയും. മൈക്രോ ഓർഗാനിസം ഈ ഓർഗാനിക് മാറ്റർ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്ലൂവന്റിലുള്ള BOD കുറയും. ആദ്യം നമ്മൾ പ്രൈമറി ഫ്ലൂവന്റ് ഈ ടാങ്കിൽ കൊടുക്കുന്നതിന് മുൻപ് അതിലെ BOD, ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കൂടുതലായിരുന്നു. ഇനി മൈക്രോ ഓർഗാനിസംസ് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഓർഗാനിക് മാറ്ററിന്റെ അളവ് കുറയും. അപ്പോൾ സ്വാഭാവികമായും ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് അല്ലെങ്കിൽ BOD കുറയും. അപ്പോൾ BOD കുറവുള്ള വാട്ടർ ആണ് ലെസ് പൊല്യൂട്ടന്റ്. Then what is BOD? Biochemical oxygen demand. Amount of oxygen consumed by bacteria to oxidize all the organic matter in 1 liter of water. എന്താണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? 1 ലിറ്റർ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ ബാക്ടീരിയയ്ക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവ്. മനസ്സിലായോ? 1 ലിറ്റർ വെള്ളത്തിലുള്ള ഓർഗാനിക് മാറ്ററിനെ ഉപയോഗിക്കാൻ അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ ബാക്ടീരിയയ്ക്ക് ആവശ്യമായ ഓക്സിജന്റെ അളവിനെയാണ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗാനിക് മാറ്റർ കുറയുമ്പോൾ സ്വാഭാവികമായും ഓക്സിജൻ ഡിമാൻഡ് കുറയും. അപ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞിരിക്കും. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓർഗാനിക് മാറ്റർ പ്രസന്റ് ഇൻ വാട്ടർ. ഗ്രേറ്റർ ദ BOD, മോർ ഈസ് ഇറ്റ്സ് പൊല്യൂട്ടിംഗ് പൊട്ടൻഷ്യൽ. BOD കൂടിയ വെള്ളം എന്ന് പറഞ്ഞാൽ അതിന്റെ വളരെയധികം പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളമായിരിക്കും. BOD കുറഞ്ഞ പൊല്യൂട്ടഡ് അല്ല, ലെസ് പൊല്യൂട്ടഡ് ആയിരിക്കും വാട്ടർ. ഇതാണ് BOD ആണ് അതിന്റെ ഒരു അളവ്, ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. The effluent is then passed into settling tank. അപ്പോൾ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റിലെ എയറേഷൻ ടാങ്കിൽ കൊടുത്ത് ഫ്ലോക്സ് ഒക്കെ ഫോം ചെയ്തു, അതിന്റെ BOD കുറഞ്ഞു.
ഈ ഫ്ലൂവൻറ്റിനെ എന്ത് ചെയ്യും, വീണ്ടും ഒരു സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊടുക്കുന്നു. വേർ ദ ബാക്ടീരിയൽ ഫ്ലോക്സ് ആർ സെഡിമെന്റ്. ബാക്ടീരിയൽ ഫ്ലോക്സൈൽ ഉണ്ടല്ലോ, അതായത് ഫിലമെന്റ് ബാക്ടീരിയയും ഫംഗസും കൂടി വന്ന മെഷുകൾ ഒരടിയും. ദിസ് സെഡിമെന്റ് ഈസ് കോൾഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ്. അപ്പൊ ആദ്യം പ്രൈമറി സ്ലഡ്ജ് ആയിരുന്നു പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഉണ്ടായിരുന്നത്. ഇത് താഴെ അടിയും. ഈ സെക്കൻഡറി ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് ഉള്ള ആ ഫ്ലോക്സ് താഴെ അടിയും. അതിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നു. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലുള്ള ചെറിയൊരു ഭാഗം ഇറ്റ് ഈസ് പംപ്ഡ് ബാക്ക് ഇൻ ടു ദ എയറേഷൻ ടാങ്ക് ടു സെർവ് ആസ് ഇനോക്കുലം. അതായത് ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജിലാണ് ഈ മൈക്രോ ഓർഗാനിസംസ് ഉള്ളത്. അതായത് BOD കുറയ്ക്കാൻ വേണ്ട മൈക്രോ ഓർഗാനിസംസ് ഉള്ളത് ആക്ടിവേറ്റഡ് സ്ലഡ്ജിലാണ്. അപ്പൊ അത് ക്ലിയർ ചെയ്യണം. ആ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വെള്ളത്തിൽ നിന്ന് മാറ്റി. എന്നിട്ട് എന്ത് ചെയ്തു, അതിന്റെ ചെറിയൊരു അംശം നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, തിരിച്ച് എയറേഷൻ ടാങ്കിലേക്ക് കൊടുത്ത് ബാക്കിയെല്ലാം റിമൂവ് ചെയ്ത് കളയും. അപ്പൊ എന്തിനാണ് വീണ്ടും എയറേഷൻ ടാങ്കിലേക്ക് ആക്ടിവേറ്റഡ് സ്ലഡ്ജിന് ചെറിയ അംശം കൊടുക്കുന്നത്? അതാണ് നമ്മൾ ഇനോക്കുലം. നമ്മൾ പാലൊക്കെ ഒറൊഴിക്കാൻ, പാലിനെ തൈരാക്കണമെങ്കിൽ അതിന്റെ തൈരിന്റെ ചെറിയ അംശം കൊടുക്കില്ല, അതിന് ഉറ എന്ന് പറയാ. അതേപോലെയാണ് ഇനോക്കുലം സെർവ് ചെയ്യുക. ചെറിയൊരു അംശം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈ ഓക്സിജൻ വരുമ്പോൾ ഈ ബാക്ടീരിയയുടെ ഫംഗസിന്റെയും ഗ്രോത്ത് ഫോം ചെയ്ത് ഫ്ലോക്സ് ഒക്കെ ഫോം ചെയ്യും. വീണ്ടും സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യും. ഇതാണ് സെക്കൻഡറി അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ കാരണം അവിടെ ലിവിങ് ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസിന്റെ സഹായത്തോടെയാണ് ട്രീറ്റ്മെന്റ് നടക്കുന്നത്. The remaining sludge is pumped into large tanks called anaerobic sludge digesters. അപ്പൊ ബാക്കി വരുന്ന സ്ലഡ്ജ്, അപ്പൊ ചെറിയൊരു അംശം എയറേഷൻ ടാങ്കിലേക്ക് കൊടുത്തു, ബാക്കി വരുന്ന സ്ലഡ്ജ് എന്ത് ചെയ്യും, വീണ്ടും വലിയ ടാങ്കിലേക്ക് കൊടുക്കുന്നു. അനറോബിക്, നേരത്തെ എയറോബിക് ഡൈജസ്റ്റേഴ്സ് ആയിരുന്നു, ഇവിടെ ഈ ടാങ്കിൽ അനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ഒരു ടാങ്കിലേക്ക് കൊടുക്കുന്നു. ഹിയർ സം അനറോബിക് ബാക്ടീരിയ ഡൈജസ്റ്റ് ദ ബാക്ടീരിയ ആൻഡ് ഫംഗൈ ഇൻ ദ സ്ലഡ്ജ് ബൈ പ്രൊഡ്യൂസിംഗ് gases like methane, hydrogen sulfide and carbon dioxide. These gases form the biogas. ഇതിനെ വീണ്ടും അടുത്തൊരു ടാങ്കിലേക്ക് കൊടുക്കുന്നു. ആ ടാങ്കിൽ അനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ട്. അത് ഈ നേരത്തെ ഉണ്ടായിരുന്ന ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടായ ബാക്ടീരിയനെയും ഫംഗൈനെയും ഡൈജസ്റ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, മീത്തൈൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് എന്നിവയുള്ള ബയോഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യും. ദ ഇഫ്ലൂവന്റ് ഈസ് ദെൻ റിലീസ്ഡ് ഇൻ ടു നാച്ചുറൽ വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ് ആൻഡ് സ്ട്രീംസ്. അപ്പൊ ഈ വന്ന ട്രീറ്റഡ് വാട്ടർ അല്ലെങ്കിൽ ഇഫ്ലൂവന്റ് എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ വെള്ളത്തിലേക്ക് ഇതൊക്കെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം കൊടുക്കുന്നു. അപ്പൊ ഇതിനിടയ്ക്ക് ഒരു ബയോഗ്യാസ് ഫോർമേഷനും നടന്നു. ബയോഗ്യാസ് എന്ന് പറയുന്നതിൽ മീത്തൈൻ, ഹൈഡ്രജൻ സൾഫൈഡ്, കാർബൺ ഡയോക്സൈഡ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതാണ് ഓവറോൾ സ്റ്റെപ്സ്. പ്രൈമറി ഫ്ലൂവന്റ് എയറേഷൻ ടാങ്കിലേക്ക് കൊടുത്തു, കോൺസ്റ്റന്റ് എജിറ്റേഷൻ ഇളക്കിക്കൊണ്ടിരുന്നു. അവിടെ എയറോബിക് ബാക്ടീരിയ, ഫ്ലോക്സിൽ ഉള്ള ബാക്ടീരിയയും ഫംഗസും കൂടിയുള്ള ഫിലമെന്റ് മെഷ് ഫോം ചെയ്തു. അത് ഓർഗാനിക് മാറ്ററിന് ഉപയോഗിക്കുന്നു. BOD കുറയുന്നു. ആ BOD കുറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനങ്ങളെ ഇഫ്ലൂവന്റിനെ സെറ്റിലിംഗ് ടാങ്കിലേക്ക് കൊടുക്കുന്നു. അതിൽ നിന്ന് ചെറിയൊരു അംശം ആക്ടിവേറ്റഡ് സ്ലഡ്ജ് വീണ്ടും എയറേഷൻ ടാങ്കിലേക്ക് കൊടുക്കും. ഈ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ബാക്കിയുള്ളതെല്ലാം ഒരു അനറോബിക് സ്ലഡ്ജ് ഡൈജസ്റ്റർ ടാങ്കിലേക്ക് കൊടുക്കും. അവിടെ അനറോബിക് ബാക്ടീരിയ ബാക്കിയുള്ള സ്ലഡ്ജിനെ ഡൈജസ്റ്റ് ചെയ്ത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ഇഫ്ലൂവന്റിനെ എന്ത് ചെയ്യും, ബാക്കി ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഇഫ്ലൂവന്റ് അല്ലെങ്കിൽ വാട്ടർ ബോഡീസിലേക്ക്, കുളത്തിലേക്കും പുഴയിലേക്കും ഒക്കെ ഒഴുക്കി വിടുന്നു. ദിസ് ഇസ് ദ സ്റ്റെപ്സ് ഇൻ സെക്കൻഡറി ബയോളജിക്കൽ ട്രീറ്റ്മെന്റ്. ഇനി ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്, നമ്മുടെ ഗവൺമെന്റ് ഈ സ്വീവേജ് ട്രീറ്റ്മെന്റ് ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് ഹാസ് ഇനിഷ്യേറ്റഡ് ഗംഗ ആക്ഷൻ പ്ലാൻ ആൻഡ് യമുന ആക്ഷൻ പ്ലാൻ ടു സേവ് ഫ്രം വാട്ടർ പൊല്യൂഷൻ. ഗംഗ നദിയും യമുന നദിയും നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ രണ്ട് റിവേഴ്സിനെയും പൊല്യൂഷനിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് അവർ രണ്ട് ആക്ഷൻ പ്ലാൻസ് രൂപീകരിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗംഗ റിവറിനെ സേവ് ചെയ്യാനുള്ളത് ഗംഗ ആക്ഷൻ പ്ലാനും യമുന റിവറിനെ സേവ് ചെയ്യാനുള്ളത് യമുന ആക്ഷൻ പ്ലാനുമാണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻ മൈക്രോബ്സ് ഇൻ സ്യൂവേജ് ട്രീറ്റ്മെന്റ്.